ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോന്റെ ഡീലക്സ് ആണ് വണ്ടി. നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നവർക്കുണ്ടല്ലോ, ജനറൽ ആയിട്ട് സർവീസ് ചെയ്യണം, അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട്, ഹെഡ്ലൈറ്റ് ചെക്കപ്പ് ചെയ്യണം, അത് വർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, I3S നോട്ട് വർക്കിങ്, പിന്നെ സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ചെയിൻ ചെക്കപ്പ്, ക്ലച്ച് കേബിൾ ചെക്കപ്പ്, വൈസർ ടൈറ്റ്, വൈസർ സൗണ്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്കിപ്പോ വണ്ടി ഓടിയേക്കണ കിലോമീറ്റർ മീറ്ററിൽ റീഡിങ് കാണിക്കുന്നത് 15,211, 15,211 കിലോമീറ്റർ ആണ് മീറ്റർ റീഡിങ് ആയിട്ട് കാണിക്കണേ. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ നിലവില് പിന്നെ മിറർ, റൈറ്റ് സൈഡ് മിറർ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട്, സൈഡിലത്തെ മിറർ, സൈഡ് മിറർ ഒരെണ്ണം പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ അത് എസ്റ്റിമേറ്റിൽ അല്ല മറ്റേ മാറ്റേണ്ടസ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എസ്റ്റിമേറ്റിൽ അതും കൂടി ഉൾപ്പെടുത്താം, അതിന്റെ ഡീറ്റെയിൽസ് ഇടാം കേട്ടോ. അപ്പൊ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ വർക്കിന് കയറ്റി അതിന്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അത് ഈ ലൈനറിന്റെ പ്രത്യേകതയാണ്. കാര്യം ലൈനർ കുറച്ചും കൂടി ഉപയോഗിച്ച് തീരാനുണ്ട്. ഈ ലൈനർ എടുത്ത് മാറ്റാണെങ്കിൽ, ഈ ലൈനർ മാറ്റിയിട്ട് പുതിയ ലൈനർ ഇടാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിങ്ങനെ കിടന്ന് ഓടുന്തോറ ഹബ്ബ് കംപ്ലൈന്റ് വരാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഇപ്പൊ ക്ലീൻ ചെയ്തിട്ടാൽ തൽക്കാലം ഓടാനായിട്ട് പറ്റും. സൗണ്ടിന്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൗണ്ട് കാണിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞതിന്റെ കേസ് കേട്ടോ. പിന്നെ നമുക്ക് അതിന്റെ വീലിന്റെ ഡാമ്പർ റബ്ബർ മൊത്തം പൊട്ടി കിടക്കണം, അത് മാറ്റിയിടണം. ചെയിൻ സ്പോക്കറ്റ് ആണെങ്കിൽ അഡ്ജസ്റ്റിങ് പരമാവധി അഡ്ജസ്റ്റിങ് തീർന്നാണ്, നമുക്കിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാനില്ല. ഇപ്പൊ തൽക്കാലം ടൈറ്റ് ആയിട്ട് നിൽക്കണേ. പക്ഷെ തൊട്ടടുത്ത് തന്നെ ലൂസായിട്ട് വീണ്ടും നമ്മളത് ടൈറ്റ് ചെയ്യാനായിട്ട് കയറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്, മാറ്റേണ്ട ടൈമാണ് ശരിക്കും. പിന്നെ ബാക്കിലത്തെ ടയറിന്റെ കണ്ടീഷൻ ഒക്കെ നോക്കി നോക്കിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വീൽ ബെയറിംഗ് നോക്കിയാണ്. ഹബിന്റെ കേസ് പറഞ്ഞ ഞാൻ ഇതാണ് പറഞ്ഞത്, ആ ലൈനർ വരയണ ഭാഗത്തുണ്ടോ ശരിക്കും ഒരു തുരുമ്പ് പിടിച്ചേക്കണ പോലെയാണ് അതിന്റെ ഉള്ളിലത്തെ ആ പൊടി വന്നതിന്റെ പ്രത്യേകത. അത് ആ ലൈനറിന്റെ അതുമ്മ പിടിപ്പിച്ചാണ് ലൈനർ പീസിന്റെ പ്രത്യേകതയാണത്. മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ളൂ, നോക്കിയിട്ട് തീരുമാനിക്കാം. പിന്നെ നമുക്ക് അതിന്റെ എയർ ഫിൽറ്ററിന് അധികം വരുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട്, മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ പ്ലഗും കൂടി മാറ്റിയിടണം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പ്ലഗിന്റെ അവസ്ഥ അതാണ് കേട്ടോ, അപ്പൊ അത് മാറ്റിയിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ബ്രേക്കിന്റെ കേബിളുകളെല്ലാം തന്നെ കംപ്ലൈന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിലേക്ക് വരുന്ന 2 ബ്രേക്ക് കേബിള്, ക്ലച്ചിന്റെ കേബിള്, ആക്സിലേറ്റർ കേബിള്, അപ്പൊ ആ കേബിളുകളെല്ലാം തന്നെ പ്രശ്നമാണ്. കോമ്പി ബ്രേക്കിന്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് വണ്ടി. കോമ്പി ബ്രേക്കിന്റെ കേബിൾ കംപ്ലൈന്റ് ആണ്, ഫ്രണ്ട് ബ്രേക്കിന്റെ കേബിൾ കംപ്ലൈന്റ് ആണ്. വണ്ടി തള്ളിയാൽ നീങ്ങാത്തതിന്റെ ഒരു കാരണം അതാണ്. നമുക്ക് തള്ളുമ്പോൾ പോലും വണ്ടി മൂവ് ആവണില്ല, അതിന്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ ക്ലച്ച് കേബിൾ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, കേബിളിന്റെ ആണ്, അത് മാറ്റിയിടാം. I3S വർക്ക് ചെയ്യാത്തത് ക്ലച്ചിന്റെ ഉള്ളിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട്, ആ സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്ക് ആവാണ്ടാണ്. അപ്പൊ അത് ആ സ്വിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ ദിവസം ഓക്കെ ആയിക്കോളും. പിന്നെ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അയച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് വൈസർ ഒന്ന് അയച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ടൈറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം വണ്ടി ഓടിക്കാൻ നോക്കാൻ സൗണ്ട് വ്യത്യാസം അങ്ങനെ തോന്നുന്നില്ല. നമ്മളിപ്പോ മെയിൻ റോഡിലാണ് ഓടിച്ചേട്ടോ. ഇനി വല്ല ഗട്ടർ വെള്ളം ഒഴിക്കി പോകുമ്പോൾ എന്തെങ്കിലും സൗണ്ട് കാണിക്കണ്ടോ എന്നുള്ള ദിവസം നോക്കിയില്ല. എന്തായാലും നമ്മളത് അയച്ച് റീസെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് റെഡി ആയിക്കോളും. പിന്നെ പ്ലഗിന്റെ കേസ് ഞാൻ പറഞ്ഞു, സ്പാർക്ക് പ്ലഗ് നമുക്ക് മാറ്റിയിടാം. ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈഡിന്റെ ബാറ്ററിയാണ് ഇരിക്കണേ. ഞാൻ അതിന്റെ വോൾട്ട് ഒക്കെ നോക്കി, 12.92 വരെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി ലോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് 8.5 വോൾട്ടിൽ താഴേക്കാണ് പോണെന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ടാണ് കണക്കൂട്ടാം. നമ്മളിപ്പോ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടോ 8.25 വരെ വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ബാറ്ററി വലിയ താമസമില്ലാണ്ട് കംപ്ലൈന്റ് കാണിക്കും, സെൽഫൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. എന്നിരുന്ന് ഇപ്പൊ നമ്മളിത് ചെയ്യണ്ട, കാരണം ഇപ്പൊ നമുക്ക് അത്യാവശ്യം ബാക്കിത്തെ വർക്കുകളുണ്ട്. അത് നോക്കിയതിന് ശേഷം സെൽഫിന്റെ കംപ്ലൈന്റ് വലിയ താമസമില്ലാണ്ട് കാണിച്ചേക്കാം. അത് ഓരോ ബാറ്ററിയുടെ ലൈഫ് പോലെ ഇരിക്കും, നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പരമാവധി ഉപയോഗിക്കാം, തീരെ കംപ്ലൈന്റ് ആയിട്ട് മാറ്റിയാൽ മതി. അപ്പൊ ബാക്കിത്തെ ഭാഗങ്ങൾ അത്യാവശ്യം നമ്മൾ നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് ബെറ്റർ. അതേപോലെ ഞാൻ പറയാം, അത് എസ്റ്റിമേറ്റിൽ ഞാനിപ്പോൾ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ഒന്നും കൂടി പറയാം കേട്ടോ. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, അതേപോലെ തന്നെ വീലിന്റെ റബ്ബർ, ചെയിൻ സ്പോക്കറ്റ്, എയർ ഫിൽട്ടർ, പ്ലഗ്, എഞ്ചിൻ ഓയിൽ, പിന്നെ നമുക്ക് ബ്രേക്കിന്റെ കേബിള്, കോമ്പി ബ്രേക്കിന്റെ കേബിളും ഫ്രണ്ട് ബ്രേക്കിന്റെ കേബിള്, ആക്സിലേറ്റർ കേബിള്, ക്ലച്ച് കേബിള്, ഇത്ര ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യണം, അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും ഒരല്പം ചെയിൻ സ്പോക്കറ്റും കൊണ്ട് കേട്ടോ, ചെയിൻ സ്പോക്കറ്റും കൊണ്ട് എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ പറയും
അത് പ്രകാരം നമുക്ക് ചെയ്യാം. എന്തായാലും തീർന്നേക്കണാണ്. പിന്നെ നമ്മളത് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പിന്നീട് ഇടയ്ക്ക് കയറ്റേണ്ടതായിട്ട് വരും. എന്തായാലും അടുത്ത സർവീസ് വരെ എടുക്കില്ല കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ പരമാവധി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഞാൻ മിററും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേണ്ടെങ്കിൽ ഈ ക്യാൻസൽ ചെയ്യാൻ കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഓക്കെ.